എൻ്റെ പേര് റീനു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ BSc നഴ്സിംഗ് 4th ഇയർ പാസ്സാകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത്. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ്, യൂട്യൂബ് വഴി ഒരു കുട്ടിയുടെ സാക്ഷ്യം കണ്ടാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ജയിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞാൻ മാതാവിന് രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരുന്നു. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും പറ്റുന്ന ദിവസം കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കൊരു ഇവിടുത്തെ അമ്മയുടെ കാശുരൂപം വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ചേട്ടായുടെ കൂട്ടുകാരൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു കാശുരൂപം കൊണ്ടു തരണം. അങ്ങനെ എനിക്ക് കാശുരൂപം കൊണ്ടു തന്നു. ആ കാശുരൂപം വെച്ച് ഞാൻ എല്ലാ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാ പരീക്ഷ ഞാൻ വിജയിക്കുകയും ചെയ്തു. 4th ഇയർ ഞാൻ എല്ലാം ക്ലിയർ ആകുകയും ചെയ്തു. അമ്മ മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി അമ്മയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയ്ക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ അമ്മയുടെ കൊടുക്കാം. എൻ്റെ പേര് ആനിയമ്മ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമേ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെ പറ്റിയാണ്. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. പണിസ്ഥലത്ത് വെച്ചൊരു വയ്യാഴികയുണ്ടായി. കിറി മൊത്തം കോടിപ്പോയിരുന്നു. പണിസ്ഥലത്ത് കൂടെ നിന്നയാൾ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ MRI സ്കാൻ എടുത്തു പറഞ്ഞ് ട്യൂമറാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിന് ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അങ്ങനെ ഒരാഴ്ച കടന്നു. ഒരാഴ്ച ബ്ലഡ് ടെസ്റ്റുകളും CT സ്കാനും എല്ലാം എടുത്തു. അന്നേരം ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടായതാണ്, കുഴപ്പമില്ല, മെഡിസിൻ കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിൻ തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഹസ്ബൻഡിന് സ്ട്രോക്ക് പോലെ ഉണ്ടായി, ആ കൈ തളർന്നു പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അവിടുത്തെ ഓക്സിജൻ കുറവാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഒരു ശീഷറിൻ്റെ ഒരു ഇഞ്ചക്ഷൻ തന്ന് ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജൻ വിട്ട് ഞങ്ങൾ ആംബുലൻസിനെ വെച്ച് ഞാൻ പ്രാർത്ഥികമായി എണ്ണയും ഉപ്പും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കാശുരൂപം കൈ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആംബുലൻസിൽ പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് പോയി. അങ്ങനെ 1.5 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെയും CT സ്കാനും MRI സ്കാനും ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം നടത്തി. അന്നേരം ഡോക്ടർ പറഞ്ഞ് ട്യൂമറല്ല, ലെൻസിനകത്ത് പഴുപ്പ് കയറി തലച്ചോറിനെ വ്യാപിച്ചതാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറിക്കുള്ള ഡേറ്റ് ഇട്ടു. സർജറിക്ക് മുമ്പേ ഹസ്ബൻഡിന് വിശുദ്ധ തൈലവും ഉപ്പും തേനും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ സർജറിക്ക് അയച്ചത്. അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ അമ്മ മാതാവിനോട് സർജറിക്ക് മുമ്പ് ഡോക്ടർ പറഞ്ഞത് 100% ആളിനെ കിട്ടുകയില്ലെന്നും അഥവാ കിട്ടിയാൽ തന്നെ ഒരു വശം തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്കങ്ങനെ തളർന്നു തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കരുത്, എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് മാതാവും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, എനിക്കങ്ങനെ തളർന്നു കാണാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഴയ ആരോഗ്യത്തോടെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്ത ചൊല്ലിയും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറി കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞു, മാക്സിമം പഴുപ്പെല്ലാം തലേന്ന് എടുത്തു കളഞ്ഞു, ഇനി 3 ദിവസം കഴിഞ്ഞേ ബോധം തെളിയുള്ളൂ, അത് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ക്രിട്ടിക്കൽ ഐസിയിലേക്ക് മാറ്റി. അങ്ങനെ ഞങ്ങൾ ക്രിട്ടിക്കൽ ഐസിൻ്റെ വാതിൽക്കൽ നിന്നപ്പോൾ നേഴ്സുമാർ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൊണ്ടാണ് ഞാൻ അറിയിച്ചേക്കാം, IC കൂട്ടുകാർ ഇരിക്കുന്നിടത്ത് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തയും ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും
കൊന്തയും പിന്നെ വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 9:30 അങ്ങനെ ഹസ്ബൻഡ് അന്ന് തന്നെ ബോധം തെളിഞ്ഞു. ICയിൽ എല്ലാവരെയും കാണാൻ വന്നപ്പം ഹസ്ബൻഡ് നേഴ്സുമാരോട് ചോദിച്ചു, എല്ലാവരും ഓരോരുത്തരെ കാണാൻ വരുന്നുണ്ടല്ലോ, എന്നെ മാത്രം ആരും കാണാൻ വരാത്തത് എന്നതാണ്. ഞാൻ പോകാതെ 3 ദിവസം കഴിഞ്ഞല്ലേ ബോധം തെളിയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നേഴ്സുമാർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഓർത്തത് മരിച്ചു പോയെന്നാണ്. ഞാൻ ചെന്നപ്പോൾ ശരിയാണ്, വർത്താനം പറയുന്നു, നാക്കിൻ്റെ ഒരു കുഴച്ചിലുമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഉപ്പ്, ഞാൻ എപ്പോൾ എവിടെ പോയാലും ഉപ്പും തൈലവും കാശ് രൂപ എണ്ണയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഹസ്ബൻഡ് എണ്ണയും നെറ്റിയിൽ വിശുദ്ധ തൈല എണ്ണയും നെറ്റിയിൽ തേച്ച് കൊടുത്ത തേനും ഉപ്പും കാശിലും വെച്ച് പ്രാർത്ഥിച്ച യേശു പറഞ്ഞു ഒത്തിരി വർത്താനം പറയണ്ട, പെട്ടെന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഹസ്ബൻഡ് ചെറിയ നൈസായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച IC കിടന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ വാർഡിലിറക്കി അവിടെ ഒരാഴ്ച കിടന്നു. സർജറിയുടെ സ്ലിപ്പെല്ലാം എടുത്ത ശേഷം ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ തലയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, സർജറി ചെയ്തതിൻ്റെ ഇഞ്ചക്ഷനുണ്ട്, അത് ചെയ്യണം, അത് മുടങ്ങാൻ പറ്റുകയില്ല. അപ്പം ഞങ്ങൾക്ക് ലെൻസിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യണം. അത് ഇപ്പം ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പിറ്റേ ആഴ്ച വരാനാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു. അങ്ങനെയാണ് മാതാവിൻ്റെ വലിയ അത്ഭുതം ഞങ്ങൾക്ക് സംഭവിച്ചത്. അവിടെ പത്രവുമായിട്ട് ചേച്ചിമാർ പൊതിച്ചോറുമായിട്ട് ഞങ്ങൾ വരുമായിരുന്നു. മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു, മാതാവിനെ വിശ്വാസമുണ്ട്. അങ്ങനെ ഭർത്താവ് തന്നെ കൃപാസന പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി. ഞാൻ അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം. അങ്ങനെ അന്നേ ദിവസം തൊട്ട് ഭർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം 7 മാസമായതേ ഉള്ളൂ. ക്രികിറി മൊത്തം കോടിപ്പോയാൽ ഒരു ഷേപ്പും ഇല്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചെല്ലും തോറും ഭർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ആൻജിയോഗ്രാമിനായി പോയി. ആൻജിയോഗ്രാം ഒരു കുഴപ്പമില്ലാതെ നടന്നു. മാതാവിനെ വലിയ മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു, മാതാവിനെ വിശ്വാസമുണ്ട്. പിറ്റേ ദിവസം ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി. ഞാൻ അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം. അങ്ങനെ അന്നേ ദിവസം തൊട്ട് ഭർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം 7 മാസമായതേ ഉള്ളൂ. ക്രികിറി മൊത്തം കോടിപ്പോയാൽ ഒരു ഷേപ്പും ഇല്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചെല്ലും തോറും ഭർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ആൻജിയോഗ്രാമിനായി പോയി. ആൻജിയോഗ്രാം ഒരു കുഴപ്പമില്ലാതെ നടന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇപ്പം ഇത്രയും പെട്ടെന്ന് ബെന്നി ഇങ്ങനെ ബെറ്റർ ആയതെന്ന്. ഡോക്ടർ പറഞ്ഞത് പയ്യെ എല്ലാം ആകുമെന്നേ ഉള്ളൂ പറഞ്ഞത്. അങ്ങനെ ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. നേരത്തെ കർത്താവിൻ്റെ ദിനചര്യകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇത്രയും ദൈവകൃപതൻ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കക്ഷത്തിന് ഏതോ ഒരു വേദന പോലെ തോന്നി. അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെടുത്ത് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വേദനയില്ലാത്തപ്പോൾ ഞാൻ തൊട്ട് നോക്കി, അവിടെ ആ തടിപ്പ് ഒരു ലേശം പോലും ഇല്ല. രണ്ടാമത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനായതുകൊണ്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു. ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ കാഞ്ഞിരപ്പള്ളി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ഒരു വിളിയുണ്ടായി. ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്നേരം എന്നോട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, തിങ്കളാഴ്ച തൊട്ട് എന്നോട് ജോലിക്ക് പോരാനാണ് പറഞ്ഞത്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇപ്പോഴും ദൈവം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൃപ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടിക്കും നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് ആരെന്ന് വന്നാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും, എൻ്റെ ഇടവകയിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡുകളിലും കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകും. പിന്നെ കുംസാരിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. നേരമുള്ളപ്പോൾ സാക്ഷ്യം കാണും. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു.
എൻ്റെ ഈ കൈ ഉയർത്താൻ സാധിച്ച എല്ലാവർക്കും നന്ദി.